അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ശത്രുദോഷത്തിന് നല്ലൊരു ഉഗ്രമായ ഒരു പ്രയോഗം. ബിസ്മിയും ഹംദും സ്വലാത്തും ഓരോ തവണ ചൊല്ലിയതിന് ശേഷം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹ് اللهم صل على سيدنا محمد وعلى آله وصحبه وسلم എന്നത് ഓരോ തവണ ചൊല്ലിയതിന് ശേഷം അസ്മാഹുൽ ഹുസ്നയിലെ ഇസ്മായ യാ അസീസു യാ അല്ലാഹ് യാ അസീസു യാ അല്ലാഹ് എന്ന ഈ ഇസ്മ ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ്. അതിനുവേണ്ടി ഏകാന്തമായി ഒറ്റക്ക് ഒരു റൂമിൽ ഇരിക്കുക. സുഗന്ധ വസ്തുക്കളൊക്കെ ഉപയോഗിച്ച്, അതായത് ഉലുവാനും കുന്തിരിക്കൊക്കെ ഇങ്ങനെ റൂമിൽ പുകയിച്ച് ഉളുവോട് കൂടി നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞ നിലയിൽ, നല്ല വസ്ത്രം ധരിച്ച് റൂമൊക്കെ വൃത്തിയാക്കി ഒറ്റക്ക് നല്ല സുഗന്ധദ്രവ്യങ്ങളൊക്കെ ആ റൂമിൽ ആ സ്മെല്ലോട് കൂടിയിട്ട് എന്ത് ചെയ്യുക, ആ റൂമിൽ ഖിബിലക്ക് അഭിമുഖമായി ഇരുന്നു കൊണ്ട് ഈ ഇസ്മിനെ 6666 6666 പ്രാവശ്യം ചൊല്ലുക. ഇങ്ങനെ ചെയ്താൽ ശത്രുക്കളുടെ ഒരു കുതന്ത്രങ്ങളും എന്ത് ചെയ്യില്ല, ഈ പറഞ്ഞ് ചൊല്ലുന്ന വ്യക്തിക്ക് ഫലിക്കില്ല. ഒരു ദ്രോഹവും അവൻ ഏൽക്കുകയില്ല. നല്ല ആഗ്രഹങ്ങൾ സഫലമാകാനും ആഹാരം വിശാലമാകാനും ഇത് കാരണമാകുന്ന ഒരു കാര്യമാണ്. അവസാനിപ്പിക്കുന്ന സമയത്ത് 3 സ്വലാത്തോട് കൂടി അവസാനിപ്പിക്കുക. ചുരുക്കി പറഞ്ഞാൽ യാ അസീസു യാ അല്ലാ എന്ന ഈ ഇസ്മ 6666 പ്രാവശ്യം ബിസ്മിയും ഹംദും സ്വലാത്തും ഓരോ തവണ ചൊല്ലിയതിനു ശേഷം 6666 പ്രാവശ്യം യാ അസീസു യാ അല്ലാ എന്ന ഇസ്മ ഒരു റൂമിൽ ഒറ്റയ്ക്കിരുന്ന ആ റൂം വൃത്തിയുള്ളതും നല്ല വസ്ത്രം ധരിച്ചും നല്ല സ്മെല്ലൊക്കെ ഉള്ള ഒന്നുകൂടി കൂടി കിബിലക്ക് മുന്നോട്ട് ഇരുന്നു കൊണ്ട് ഈ പറഞ്ഞ എണ്ണം വെച്ച് ചൊല്ലിയാൽ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു ഉഗ്രം പ്രയോഗമാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾ കൂടുതൽ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ആ ഒരു താല്പര്യം, ആ ഒരു ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പോൾ ശത്രുദോഷമുള്ള ആൾക്കാരൊക്കെ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുക ഇൻഷാ അല്ലാഹ്. അതിലൂടെ തന്നെ നമുക്ക്